ശ്രീ പിണറായി വിജയനുള്ള ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് CPM-ൽ മറ്റാർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ സ്ഥാനത്തേക്ക് വന്നേനെ. ഇപ്പോൾ MA ബേബിയാണ് കേന്ദ്ര പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പിണറായി വിജയന്റെ മുമ്പിൽ നേരെ നിൽക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഈ ബേബിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ നിൽക്കുന്ന ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവില്ല. ഇല്ല, കേരളത്തിലും ഇല്ല, കേന്ദ്രത്തിലും ഇല്ല. സംഭവിച്ചതുപോലെ പിൽക്കാലത്ത് സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലേ? അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാഭാവികം. കോൺഗ്രസിന് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സുവർണ കാലഘട്ടം ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിരുന്നില്ലേ? തമിഴ്നാട്ടിൽ ജയലളിതയുടെ പാർട്ടിക്ക് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അതിനുശേഷം ഇപ്പോൾ ആ കാലഘട്ടം മാറിയില്ലേ? രാഷ്ട്രീയം ഇങ്ങനെയാണ്. രാഷ്ട്രീയത്തിൽ ചൂതുകളി പോലെയാണ്. പലപ്പോഴും കള്ളച്ചൂത് കൊണ്ട് ജയിക്കും, ചിലപ്പോൾ നേരായ രീതിയിൽ കളമറിഞ്ഞ് കളിക്കുന്നവന്റെ ആ മിടുക്ക് കൊണ്ടും ജയിക്കും. അത് ഒരു സംഘടനയുടെ ഒരു പോരായ്മയല്ലേ? കാരണം പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ ഇവർ വളർത്തിക്കൊണ്ട് വരാത്തതാണോ, അതോ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് നിലനിന്നുകൊണ്ട് തനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത് കൊണ്ടാണോ? പിണറായി വിജയൻ തന്റെ മുഖ്യ എതിരാളിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദനെ എങ്ങനെ ഉപയോഗിച്ചു, എങ്ങനെ അധികാരത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ നോക്കുമ്പോൾ അറിയാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കലയാണ്. അതിൽ മികവുള്ളവൻ വിജയിക്കും. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ. ശക്തിയാണ് ഒരുത്തൻ്റെ ഏറ്റവും വലിയ ആ ഒരു കഴിവ് അല്ലെങ്കിൽ യോഗ്യതയായിട്ട് ഈ ലോകം അംഗീകരിക്കുന്നത്. അത് മൃഗങ്ങളാണെങ്കിലും മനുഷ്യനാണെങ്കിലും ശക്തി കൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. പിണറായി വിജയന് മുൻപിൽ ഏറ്റവും വലിയ വിലങ്ങ് തടിയായി നിന്നിരുന്നത് ശ്രീ അച്യുതാനന്ദനാണ്. എത്ര സ്മൂത്തായിട്ടായിരുന്നു അദ്ദേഹം ആ വ്യക്തിത്വത്തെ രണ്ടാം നിരയിലേക്കും പിന്നീട് കർട്ടന് പിന്നിലേക്ക് മാറ്റിയത് നമ്മളത് കണ്ടതല്ലേ? അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. ബക്കറ്റിലെ തിരയായി വന്നെന്ന് പറയാം. അത് അവരുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മറുപടി പ്രസംഗം മനസ്സിലായോ? അതായത് രാഷ്ട്രീയത്തിൽ നേതാക്കന്മാര് അണികളെ സ്വാധീനിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ തന്റെ ഇടവും ആത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ള ആർജവും ഒക്കെ കാണുമ്പോഴാണ്, ധൈര്യം കാണുമ്പോഴാണ് അണികൾ വരുന്നത്. നിർഭാഗ്യവശാൽ പ്രസംഗത്തിനപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ, പ്രസംഗം കൊണ്ട് ഹൃദയം കവർന്ന, പ്രവർത്തനം കൊണ്ടും ഹൃദയം കവർന്ന വ്യക്തിയാണ് കേരളത്തിലെമ്പാടും പിണറായി വിജയൻ. അച്യുതാനന്ദൻ. പക്ഷെ പിണറായി വിജയൻ ആ ഹൃദയം കവർന്ന ആ വ്യക്തിയെ, അതായത് അച്യുതാനന്ദൻ എന്നൊരു മഹാവൃക്ഷത്തെ തന്റെ നിഴലിന്റെ കീഴിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പടുവൃക്ഷമായിട്ട് മഹാവൃക്ഷമായിട്ട് വളരുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വളരാൻ കേരളത്തില് ഒരു നേതാവും ഇല്ല എന്നിരിക്കെ അദ്ദേഹത്തിന് ആരെയാണ് പേടിക്കേണ്ടത്? അടുത്ത ടൈമിൽ അദ്ദേഹത്തിന്റെ ഹാട്രിക് സ്വപ്നത്തിന് എന്താണ് തടസ്സമുള്ളത്? പാർട്ടിയിൽ തടസ്സമില്ല, പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളെ കൊണ്ട് എങ്ങനെ തീരുമാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം.